ജീവസന്ദേശത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എഫേസ്യ ലേഖനത്തിൻ്റെ പഠനം നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. കാലത്തിൻ്റെ അതിർവരമ്പുകളെയെല്ലാം ഭേദിക്കുന്ന കാലസമ്പൂർണതയിലെ വ്യവസ്ഥ എന്ന ചിന്തയോടുകൂടിയാണല്ലോ കഴിഞ്ഞ ക്ലാസ് നമ്മൾ അവസാനിപ്പിച്ചത്. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുന്ന ദൈവിക വ്യവസ്ഥ. എല്ലാ കാലത്തും മാനവജാതിയുടെ രക്ഷയ്ക്കടിസ്ഥാനം ക്രിസ്തുവേശു ആയിരിക്കുമ്പോൾ തന്നെ വിവിധ രീതിയിലുള്ള ദൈവിക പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ സവിസ്തരം ചിന്തിക്കുകയുണ്ടായി. ക്രിസ്തുവേശുവിൽ ആശ വെച്ചവരായ നമ്മൾക്ക് ക്രിസ്തുവിൻ്റെ അവകാശങ്ങളിലുള്ള പങ്കിനെപ്പറ്റി ധ്യാനിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. വളരെയേറെ സ്വപ്നങ്ങളുമായി ജീവിതം ആരംഭിച്ചുവെങ്കിലും പലർക്കും എങ്ങും എത്താത്ത അഥവാ എത്തിക്കുവാൻ കഴിയാത്ത സാഹചര്യം, രോഗികളായി കിടക്കെ അഭയം പ്രാപിച്ചിരിക്കുന്ന സ്ഥിതിയാകാം, വീടിനുള്ളിൽ ഒതുങ്ങിക്കഴിയേണ്ടി വരുന്ന അവസ്ഥയാകാം. എല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിലും സാധിക്കാത്തതാണോ താങ്കളുടെ അവസ്ഥ? എന്നാൽ നമ്മെ പരിമിതിപ്പെടുത്തുന്നത് നാം തന്നെയല്ലേ? സാഹചര്യങ്ങളെ പഴിക്കേണ്ടതുണ്ടോ? ആരെക്കാളുമേറെ പരിമിതികളിൽ കൂടി കടന്നുപോയിട്ടും ഏറ്റവും ഉന്നതമായി പ്രയോജനപ്പെട്ട ഒരു വ്യക്തിയോട് കൂടിയാണ് ഈ ദിവസങ്ങളിൽ നാം സമയം ചെലവഴിക്കുന്നത്. അതെ, റോമിലെ കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ തന്നെ വിശാലമായി ചിന്തിക്കുന്ന പൗലോസിനെയാണ് നാം കാണുന്നത്. തടങ്കലിലായിരിക്കുമ്പോൾ തന്നെ തൻ്റെ കൈകൾ ഒരു റോമൻ പടയാളിയുടെ കൈകളുമായി ബന്ധിച്ചിരിക്കുമ്പോൾ തന്നെ ശരീരം തടങ്കലിലാണെങ്കിലും തൻ്റെ മനസ്സും ഹൃദയവും നിത്യതയിൽ സഞ്ചരിക്കുകയാണ്. ലോകസ്ഥാപനത്തിനു മുൻപ് എന്താണ് ഉണ്ടായതെന്ന് അവൻ നോക്കി. എഫേസ് ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം നാം ചിന്തിച്ചിരുന്നല്ലോ. തുടർന്ന് അവൻ കാലസമ്പൂർണതയെക്കുറിച്ച് ചിന്തിച്ചു. ആ നിത്യതയുടെ വെളിച്ചത്തിൽ നമുക്ക് ഇന്ന് എന്തുണ്ട് എന്നും എന്തുണ്ടായിരിക്കണമെന്നും പൗലോസ് ചിന്തിച്ചു. നൂറ്റാണ്ടുകളായി ദൈവമക്കൾക്ക് അനുഗ്രഹമായിരിക്കുന്ന മഹത്തായ മർമ്മങ്ങൾ മനസ്സിലാക്കുവാൻ പൗലോസിന് തൻ്റെ പരിമിതികൾ ഒരു തടസ്സമായിരുന്നില്ല. പലപ്പോഴും നാം ഒതുങ്ങിക്കൂടുന്നതിൻ്റെ കാരണം നമ്മുടെ ദർശനങ്ങൾ മങ്ങിയതാണ്, അല്ലെങ്കിൽ ഇടുങ്ങിയതാണ്. പിറുപിറുപ്പും പരാതിപ്പെടലും കൊണ്ട് നാം പലപ്പോഴും നമ്മെ തന്നെ നശിപ്പിക്കാറുണ്ട്. സഭയ്ക്ക് വേണ്ടിയുള്ള 3-ാമത്തെ പ്രവർത്തനത്തെക്കുറിച്ചാണ് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങളിലൂടെ ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത്. ആദ്യത്തെ 2 പ്രവർത്തനങ്ങൾ നാം കണ്ടല്ലോ. 1, തൻ്റെ രക്തത്താൽ ക്രിസ്തു നമ്മെ വീണ്ടെടുത്തു. 2, തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം അവൻ വെളിപ്പെടുത്തി. 3, ക്രിസ്തു നമുക്ക് ഒരു അവകാശം പ്രതിഫലമായി നൽകി നമ്മെ ആദരിക്കുന്നു. ഞാൻ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങളൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. അവനിൽ നാം അവകാശവും പ്രാപിച്ചു, തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടത് മുമ്പിൽ കൂട്ടി ക്രിസ്തുവിൽ ആശ വച്ചവരായ ഞങ്ങൾ അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് തന്നെ. അതിമഹത്തായ മറ്റൊരു സത്യം ഇവിടെ കാണാം. ദൈവം നമുക്കൊരു അവകാശം നൽകുന്നു. നാം ചെയ്തിട്ടില്ലാത്ത എന്തിനോ അവൻ നമുക്ക് പ്രതിഫലം തരുന്നു എന്ന്. ക്രിസ്തുവിൽ ആ അവകാശത്തിൽ ദൈവമക്കൾക്ക് ഒരു പങ്കുണ്ടാകണം എന്നത് ദൈവത്തിൻ്റെ ആകമാനമുള്ള പദ്ധതിയാണ്. അവർ ക്രിസ്തുവിലായതിനാൽ ക്രിസ്തുവിനോട് കൂടി അവകാശം പ്രാപിക്കുവാൻ പോകുകയാണ്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്, നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. ഇനി കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയുമ്പോൾ 1 കൊരിന്ത്യർ 3-ന്റെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിലും
ഈ ആശയം കാണാം. 1 കൊരിന്ത്യർ 3:21 മുതൽ, ആകയാൽ ആരും മനുഷ്യരിൽ പ്രശംസിക്കരുത്, സകലവും നിങ്ങൾക്കുള്ളതല്ലോ. പൗലോസോ അപ്പല്ലോസോ കേഭാവോ ലോകമോ ജീവനോ മരണമോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ സകലവും നിങ്ങൾക്കുള്ളത്. നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തു ദൈവത്തിനുള്ളവൻ. ദൈവം നമ്മോട് അരുളി ചെയ്യുന്ന ഈ അതിമഹത്തായ പ്രസ്താവന പൂർണ്ണമായും ഗ്രഹിപ്പാൻ നമുക്ക് കഴിയില്ല. എന്നാൽ അത് നാം ആയിരിക്കുന്നിടത്ത് നിന്നും നമ്മെ ഉയർത്തി ഉയർത്തി ഉയരങ്ങളിൽ എത്തിക്കുവാൻ സഹായകമാകും. എല്ലാം നമ്മുടേതാണ് എന്ന വലിയ പദവി, ക്രിസ്തു എനിക്കുള്ളവൻ, പൗലോസ് എനിക്കുള്ളവൻ, മരണം പോലും എനിക്കുള്ളത്, എല്ലാം എനിക്കുള്ളത്. അവൻ എല്ലാം നമുക്ക് തന്നതിനാലാണ് എല്ലാം നമുക്കുള്ളതായത്. ക്രിസ്തു നമ്മുടേത്, ദൈവം എൻ്റേത്. എത്ര ശ്രേഷ്ഠമായ ഒരു അനുഭവം ഇല്ലേ? ഇത് ദൈവം മുൻ നിയമിച്ചതാണ്, ഉറപ്പാക്കിയതാണ്, ഗ്യാരണ്ടി തന്നതാണ്. ഇത് ക്രിസ്തുവിലായിത്തീർന്നിട്ടുള്ളവരെ സംബന്ധിക്കുന്നതാണ്. ആരും നശിച്ചു പോകുവാൻ ദൈവം മുൻ നിയമിച്ചിട്ടില്ല. നാം ഒരു അവകാശം പ്രാപിക്കേണ്ടതിന് അവൻ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്രകാരം അവൻ മുൻ നിയമിച്ചില്ലായിരുന്നു എങ്കിൽ നമുക്ക് അവകാശം ലഭ്യമാക്കുവാൻ സാധ്യതയുണ്ടായിരുന്നില്ല. കാരണം ഇതൊന്നും നാം അർഹിക്കുന്നതല്ല പ്രിയമുള്ളവരെ. ഒരവകാശത്തിനും നാം യോഗ്യരല്ല. നമ്മുടെ സാമർഥ്യം കൊണ്ടല്ല, അവൻ തൻ്റെ കൃപയാൽ നൽകുന്നതാണ് ഈ അവകാശം. ഇത് ദൈവഹിതമാണ്. ഇപ്രകാരം അവകാശം നൽകുന്നതിൻ്റെ ഒരേ ഒരു അടിസ്ഥാനം ഇത് ദൈവഹിതമാകുന്നു എന്നത് മാത്രമാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ഇതാണ് ഏറ്റവും നല്ലതും. അതിനേക്കാൾ ഭംഗിയായി ഇത് ചെയ്യുവാൻ നമുക്ക് സാധ്യമല്ല. ക്രിസ്തു നമുക്കായി ചെയ്ത അതിമഹത്തായ 3 കാര്യങ്ങൾ മറന്നു പോകരുത്. ഞാൻ വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്നത് അത് നിങ്ങൾ മറക്കാതിരിക്കാനാണ്. ഒന്നാമതായി, അവൻ തൻ്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തു. രണ്ടാമത്, തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം അവൻ നമുക്ക് വെളിപ്പെടുത്തി. 3, അവൻ ഒരു അവകാശം നമുക്ക് പ്രതിഫലമായി നൽകുന്നു. ഇത് നഷ്ടപ്പെടുത്തുവാൻ നമുക്ക് കഴിയുകയില്ല. ഇത് അതിമനോഹരമാണ്. കർത്താവ് സഭയ്ക്ക് വേണ്ടി വില നൽകി. അതിനാൽ നാം അവനുള്ളവരാണ്. സഭ കർത്താവിന് വളരെ വിലപ്പെട്ടതാണ്. മനുഷ്യൻ്റെ ഈ ലോകത്തിലെ പ്ലാനുകൾ എത്ര തന്നെ പ്രധാനപ്പെട്ടവയായാലും ദൈവത്തിന് അവ പ്രധാനപ്പെട്ടവയല്ല. എന്നെ തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ പ്ലാനുകൾ അനുസരിച്ചാണ് സഭ ഓടുന്നതെന്ന് നാം ചിന്തിച്ചേക്കാം. ലോകത്തിന് യോജിച്ചതെന്ന് പറഞ്ഞ് ഒരു ബ്ലൂ പ്രിൻറ്റുമായി, ഒരു രൂപകൽപ്പനയുമായി മനുഷ്യർ നടക്കുന്നുണ്ട്. സാധാരണ ഇത് നാം എപ്പോഴും കേൾക്കുന്നതാണ്. സമാധാന ഉച്ചകോടികൾക്കും മറ്റുമായി കോടികൾ വെറുതെ കളയുന്നു. സമാധാനമുണ്ടോ? എന്നാൽ ഈ പദ്ധതികളുമായി നടക്കുന്ന ആരെങ്കിലും 100 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇവിടെ ഉണ്ടാകുമോ? പോയില്ലേ? അവരെല്ലാവരും പോകും. എന്നാൽ ദൈവത്തിൻ്റെ വലിയ പ്ലാൻ നിറവേറും. അതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പൗലോസിൻ്റെ ലേഖനങ്ങളിൽ കാണുന്നതിൽ വെച്ച് ഏറ്റവും മഹത്വകരമായ ഒരു സ്തുതിഗീതമാണ് 12-ാം വാക്യത്തിൽ നാം വായിച്ചത്. പിതാവാം ദൈവവും പുത്രനാം ദൈവവും പരിശുദ്ധാത്മാവാം ദൈവവും ചെയ്തതെന്താകുന്നു എന്ന് പറഞ്ഞിട്ട് പൗലോസ് ഈ സ്തുതിഗീതം പാടുന്നു. ദൈവപുത്രൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിച്ചതേ ഉള്ളൂ. തുടർന്ന് അവൻ എഴുതുകയാണ്, ക്രിസ്തുവിൽ ആശ വെച്ചവരായ ഞങ്ങൾ അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് തന്നെ എന്ന്. ക്രിസ്തു വിശ്വാസികളുടെ തോന്നലുകളും ആഗ്രഹങ്ങളും എല്ലാം സാധിപ്പിച്ച് സംതൃപ്തിപ്പെടുത്തുവാനല്ല ദൈവം ജീവിക്കുന്നത്. അതാണ് ദൈവത്തിൻ്റെ ജോലി എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നവർ കാര്യസാധ്യത്തിനായി മാത്രമേ ദൈവത്തോട് അടുത്ത് ചെല്ലൂ എന്ന പരിതാപകരമായ സ്ഥിതിയിലാണ് ആയിരിക്കുന്നത്. ദൈവമഹത്വത്തിനായിട്ടാണ് ഒരു ക്രിസ്തു വിശ്വാസി ജീവിക്കേണ്ടത്. ദൈവഹിതത്തിൻ്റെ കേന്ദ്രത്തിലായിരിക്കുന്ന ഒരു ദൈവ പൈതൽ നിറവിൻ്റെയും സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഏത് പ്രതിസന്ധിയിലും
സന്തോഷത്തോടും സംതൃപ്തിയോടും ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് നാം ദൈവഹിതത്തിൽ ആകുന്നു എന്ന ചിന്തയാണ്. അതില്ലെങ്കിൽ നമ്മെപ്പോലെ അരിഷ്ടർ വേറെ ഉണ്ടാകില്ല. എപ്പോഴും എല്ലാത്തിനും മനഃശാസ്ത്രജ്ഞന്മാരുടെ സഹായം തേടിപ്പോകുന്നവരായി നാം മാറും. പ്രശ്നം വിട്ടൊഴിയുന്ന സമയമുണ്ടാകില്ല. ഒന്നും ചെയ്യുവാൻ കഴിയാതെ നാം തകരുന്ന സ്ഥിതിയിലാകും. ദൈവഹിതത്തിൽ, ദൈവേഷ്ടത്തിൽ ജീവിക്കുന്നത് ജീവിതത്തിന് അർത്ഥവും ആശയും നൽകുന്നതാണ്. നാം അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കാകും എന്ന പരമാർത്ഥം. വരുവാനുള്ള നിത്യത മുഴുവൻ ദൈവം നമ്മെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറയും: അവരെ രക്ഷിക്കുവാൻ തക്ക യോഗ്യതയൊന്നും അവരിൽ ഇല്ലായിരുന്നു, എന്നാൽ ഞാൻ അവരെ സ്നേഹിച്ചു, രക്ഷിച്ചു. അതത്രേ ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും മാനവും സന്തോഷവും സംതൃപ്തിയും എല്ലാം നൽകുന്നത്. അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നാം ഇന്ന് ജീവിക്കുന്നു. ഈ സ്തുതിഗീതം മുൻപോട്ട് നോക്കുന്നതും കൂടിയാണ്. ക്രിസ്തുവിൻ്റെ വരവിങ്കിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ കുറിക്കുന്നതാണ് മൂന്നാമത്തെ സ്തുതിഗീതം. അത് 13 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം. പരിശുദ്ധാത്മാവാം ദൈവം സഭയെ സംരക്ഷിക്കുന്നു എന്നതാണ് ഈ 1-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളിലെ വിഷയം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ നോക്കുമ്പോൾ നാം കാണുന്നത്, ഒന്നാമതായി അവൻ നമ്മെ വീണ്ടും ജനിപ്പിക്കുന്നു, രണ്ടാമതായി അവൻ നമുക്കൊരു സങ്കേതമാകുന്നു, മൂന്നാമതായി അവൻ നമ്മുടെ ജീവിതം ഒരു യാഥാർത്ഥ്യം അഥവാ അർത്ഥമുള്ളതാക്കി മാറ്റുന്നു. ഒന്നാമത് നാം വീണ്ടും ജനനത്തിലേക്ക് വരുന്നു. നമുക്ക് ഈ അധ്യായത്തിൻ്റെ 13ഉം 14ഉം വാക്യങ്ങളും നോക്കാം. ഞാൻ വായിക്കാം. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 13ഉം 14ഉം വാക്യങ്ങൾ. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. തിരുവചനത്തിലെ അതിമഹത്തായ ഭാഗങ്ങളിൽ ഒന്നാണിതെന്ന് വേണം കരുതുവാൻ. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ ഏത് വാക്യം പറഞ്ഞാലും ഇത് പറയും എന്നാണല്ലേ? ശരിയാണ്, തിരുവചനമല്ലേ? ഇത് ദൈവവചനത്തിൻ്റെ പ്രത്യേകത കൂടിയാണ്. വീണ്ടും ജനനത്തെക്കുറിച്ച് ഇവിടെ ഒന്നും പറയുന്നില്ലെന്ന് നമുക്ക് തോന്നാം. വാസ്തവത്തിൽ അതിമഹത്തായ വിധത്തിൽ ഇവിടെ അവൻ അതും സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നാം ദൈവം നമുക്ക് വേണ്ടി ചെയ്ത പ്രവർത്തനത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് നമ്മിൽ ചെയ്യുന്ന പ്രവർത്തനത്തിലേക്ക് കടക്കുകയാണ്. പിതാവായ ദൈവം സഭയ്ക്കു വേണ്ടിയിട്ട പദ്ധതിയും യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തനമായ സഭയെ വീണ്ടെടുക്കുന്നതും അതിന് വില കൊടുക്കുന്നതും എല്ലാം പ്രധാനമായും ബാഹ്യമായ പ്രവർത്തനമാണ്. സഭയെ സംരക്ഷിക്കുക എന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വ്യത്യസ്തമാണ്. കാരണം അത് നമ്മിൽ, നമ്മുടെ ഉള്ളിൽ നടക്കുന്നതാണ്. വീണ്ടും ജനനം അഥവാ പുതുതാക്കൽ എന്ന പ്രവർത്തനത്തിൽ പരിശുദ്ധാത്മാവ് ഒരു പാപിയായ വ്യക്തിക്ക് ശ്രവിക്കുവാനും ഹൃദയത്തിൽ വിശ്വസിക്കുവാനുമുള്ള അവസരമുണ്ടാക്കുന്നു. അതൊരു വ്യക്തിയെ ദൈവപൈതലാക്കുന്നു. നാം പുതുതായി ജനിക്കണം എന്ന് യേശു കർത്താവ് പറഞ്ഞു. എങ്ങനെയാണ് നാം പുതുതായി ജനിക്കുന്നത്? അതെ, യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ പറഞ്ഞു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന്. ക്രിസ്തുവിൽ വിശ്വസിക്കുക മാത്രമാണ് നാം ചെയ്യേണ്ടത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 23-24 വാക്യത്തിൽ ഇതേ പൗലോസ് പറയുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വവുമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ആരാണ് വിളിക്കപ്പെട്ടവർ? വിളി കേട്ടവർ മാത്രമാണോ വിളിക്കപ്പെട്ടവർ? കേട്ടത് മനസ്സിലാക്കിയവരാണ് വിളിക്കപ്പെട്ടവർ. അവരെയാണ് ദൈവം വിളിച്ചത്. വാക്കുകൾ പരിശുദ്ധാത്മാവ് യാഥാർത്ഥ്യമാക്കി തീർത്ത
ആ വിളി. റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൻ്റെ വെളിച്ചത്തിൽ വിശ്വാസം കേൾവിയാലും കേൾവി ദൈവവചനത്താലും വരുന്നു. വിളിക്കപ്പെട്ടവർ ദൈവവചനം കേൾക്കുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നു. തുടർന്ന് സംഭവിക്കുന്നത് എന്താണെന്ന് പത്രോസ് പറയുന്നുണ്ട്. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ദൈവവചനം വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു, പരന്നുകൊണ്ടിരിക്കുന്നു. ദൈവപുത്രൻ നമുക്കായി മരിച്ചു. നാം അവനെ വിശ്വസിക്കുമെങ്കിൽ നാം രക്ഷിക്കപ്പെടും. ചിലർക്ക് ഇത് ഒരു അർത്ഥവുമുള്ളതായി തോന്നുന്നില്ല. എന്നാൽ മറ്റൊരു കൂട്ടർ പറയുന്നത് അവർ കേട്ട ദൂത് പരിശുദ്ധാത്മാവ് അവർക്ക് യാഥാർത്ഥ്യമാക്കി കൊടുക്കുകയും അവർ വിശ്വസിക്കുകയും ചെയ്തു എന്നാണ്. ക്രിസ്തുവിനെ വിശ്വസിച്ച നിമിഷം തന്നെ അവർ വീണ്ടും ജനനം പ്രാപിക്കുകയും ചെയ്തു. കേട്ടതിന് ശേഷം ചെയ്യാവുന്ന കാര്യം വിശ്വസിക്കുകയാണ്. നാം സത്യവചനം കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് വീണ്ടും ജനിക്കുക എന്നതിന് ദൈവവചനത്തിൽ കൊടുത്തിരിക്കുന്ന ഏറ്റവും നല്ല വിശദീകരണം ഇതത്രേ. നമ്മുടെ രക്ഷയുടെ സുവിശേഷം, വിടുതലിൻ്റെ സുവാർത്തയാണ് സത്യവചനം. നാം നമ്മുടെ വിശ്വാസം ക്രിസ്തുവിൽ അർപ്പിക്കുന്നു. എഫെസോസുകാരും മറ്റ് പുറജാതികളും ക്രിസ്തുവിനോടുള്ള ഐക്യതയിൽ വന്നതിൻ്റെ, ക്രിസ്തുവിൽ ആയിത്തീർന്നതിൻ്റെ പടികൾ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ വിവരിക്കുന്നു. നാം ഇപ്പോൾ വായിച്ച ഈ ഭാഗത്ത് തങ്ങളുടെ രക്ഷയുടെ സുവിശേഷമാകുന്ന സത്യവചനം അവർ കേട്ടു. ഒന്നാമത് ആത്യന്തിക സത്യത്തിൻ്റെ അറിവ്, തൻ്റെ പുത്രനിൽ കൂടിയുള്ള ദൈവത്തിൻ്റെ വെളിപ്പാട് അവർക്ക് ലഭ്യമായത് ഈ വചനത്താലാണ്. രണ്ടാമതായി ആ സത്യമാണ് സുവിശേഷം. കാരണം അത് ദൈവ വെളിപ്പാടാണെന്ന് മാത്രമല്ല, സ്നേഹത്തിൻ്റെയും കരുണയുടെയും സന്ദേശം കൂടിയാണ്. പാപിയായ മനുഷ്യന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ രക്ഷാ സന്ദേശവുമാണിത്. ഈ സന്ദേശത്തിൻ്റെ കേൾവി സുപ്രധാനമാണ്. കാരണം വിശ്വാസം കേൾവിയാലാണ് ഉണ്ടാകുന്നത്. ഈ സന്ദേശം കേട്ടിട്ട് അവർ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയായ സമർപ്പണം നടത്തി. വിശ്വാസത്തിൻ്റെ വിഷയം യേശുക്രിസ്തുവാണ്. അവനിൽ മാത്രമാണ് രക്ഷ എന്ന് അവർ വിശ്വസിച്ചു. അവർ വിശ്വസിച്ചപ്പോൾ തന്നെ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ അവർ മുദ്രയിടപ്പെട്ടു. അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നു എന്ന് നാം കണ്ടല്ലോ. ഇവിടെ ഓരോ ഘട്ടം ഘട്ടമായി ചെയ്തു എന്ന അർത്ഥത്തിലല്ല. ഇവിടുത്തെ ആശയം കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്തപ്പോൾ തന്നെ നമ്മൾ മുദ്രയിടപ്പെടുകയും ചെയ്തു. അതും ഒരേ സമയത്താണ് നടന്നത്. കേട്ട് കഴിഞ്ഞ് കുറേ കാലത്തിന് ശേഷം വിശ്വസിക്കുകയല്ലായിരുന്നു, വിശ്വസിച്ച് കുറേ കാലത്തിന് ശേഷം മുദ്രയിടപ്പെടുകയല്ലായിരുന്നു. ഈ 3 ക്രിയകളും ഒന്നിച്ച് നടക്കുകയായിരുന്നു. കേട്ടു, വിശ്വസിച്ചു എന്നതാണ് അവർ ചെയ്തത്. ദൈവം ചെയ്തതോ അവരെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടു എന്നുള്ളതാണ്. മൂലഭാഷയിൽ നിന്ന് നേരിട്ട് വിവർത്തനം ചെയ്താൽ വായിക്കേണ്ടത് ഇങ്ങനെയായിരിക്കും: കേട്ടപ്പോൾ വിശ്വസിച്ചു, വിശ്വസിച്ചപ്പോൾ മുദ്രയിടപ്പെട്ടു എന്നാണ്. അതാണ് പൗലോസ് എഫെസോസിലുള്ള വിശ്വാസികളോട് ആദ്യം ചോദിച്ചതും. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നിങ്ങൾ വിശ്വസിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന്. വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ ലഭിക്കുമെന്നതിൻ്റെ തെളിവാണ് ഈ വാക്യം. ഇതാണ് പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത്. ഇത് സംഭവിക്കുന്നത് ഒരിക്കലായിട്ടാണ്. പരിശുദ്ധാത്മ നിറവെന്നത് പരിശുദ്ധാത്മ സ്നാനത്തിൽ നിന്നും വ്യത്യസ്തമാണ്. അത് പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന അവസ്ഥയാണ്. പരിശുദ്ധാത്മ നിറവ് തുടർച്ചയായി സംഭവിക്കേണ്ടതാണ്. നാം ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിമിഷം പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെടുന്നു. കേൾക്കുവാനായി പരിശുദ്ധാത്മാവ് കാതുകളെ തുറക്കുന്നു, ഹൃദയങ്ങളെ തുറക്കുന്നു. തുടർന്ന് അവൻ വിശ്വാസം നൽകുന്നു. അടുത്തതായി അവൻ ചെയ്യുന്നത് വിശ്വാസിയെ മുദ്രയിടുകയാണ്. ഈ മുദ്രയിടുക എന്ന പരിശുദ്ധാത്മ പ്രവർത്തനത്തിൽ 2 വിധ ലക്ഷ്യങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. ഒന്ന്, യാഥാർത്ഥ്യം വിശ്വാസിക്ക് നൽകേണ്ടതിനായി അവൻ ദൈവത്തിൻ്റെ സ്വരൂപം,
വിശ്വാസിയുടെ ഹൃദയത്തിൽ പതിപ്പിക്കുന്നു. ഒരു രേഖയിൽ അല്ലെങ്കിൽ ഒരു പ്രമാണത്തിൽ മുദ്ര വയ്ക്കുമ്പോൾ അതിന്മേലൊരു സ്വരൂപമുണ്ടായിരിക്കും, അല്ലേ? അത് തന്നെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ക്രിസ്തു വിശ്വാസിയിൽ ചെയ്യുന്നതും. അവൻ്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നവൻ ദൈവം സത്യവാൻ എന്നുള്ളതിന് മുദ്രയിടുന്നു. ഇതാണ് ഇവിടുത്തെ ചിന്ത. ദൈവം തൻ്റെ സ്വരൂപം ക്രിസ്തു വിശ്വാസിയുടെ മേൽ പതിപ്പിച്ചിരുന്നു. ശരിയായ ഉടമസ്ഥാവകാശം കാണിക്കുക എന്നതത്രേ മുദ്രയിടുന്നതിൻ്റെ രണ്ടാമത്തെ ഉദ്ദേശം. തിമത്യോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ പൗലോസ് എഴുതി, എങ്കിലും ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ടകന്നു കൊള്ളട്ടെ എന്നുമാകുന്നു അതിൻ്റെ മുദ്ര. അവൻ നമ്മെ സുരക്ഷിതരാക്കും എന്നതുകൊണ്ട് നമുക്ക് പാപത്തിൽ ജീവിക്കാമെന്നർത്ഥമില്ല. നമുക്ക് ക്രിസ്തുവിൻ്റെ പേരാകുന്നു എങ്കിൽ നാം അകൃത്യത്തിൽ നിന്നും മാറിപ്പോകും. ഈ അടയാളമില്ലാതെ അല്ലെങ്കിൽ ഈ തെളിവില്ലാതെ നാം വീണ്ടും ജനനം പ്രാപിച്ചവരോ മുദ്രയിടപ്പെട്ടവരോ അല്ല. നമ്മുടെ മുദ്ര വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവെന്ന് വിളിക്കപ്പെടുന്നു. ഒന്നാമത് അവൻ പരിശുദ്ധാത്മാവാണ്. അത് അവനിൽ തന്നെ എന്താകുന്നു എന്ന് വെളിപ്പെടുത്തുന്നു. രണ്ടാമത് അവൻ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവാണ്. അവൻ പിതാവിനാലും കർത്താവായ യേശുവിനാലും വാഗ്ദത്തം ചെയ്യപ്പെട്ടവനത്രേ. അതിലുപരിയായി വിശ്വാസിയോടുള്ള ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദത്തങ്ങളും നിവർത്തിയാകുമെന്നതിൻ്റെ ഉറപ്പുമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് മുദ്രയാകുന്നു എന്നുള്ളത് ദൈവം നമ്മെ വിടുവിക്കുമെന്നുള്ളതിൻ്റെ ഉറപ്പത്രേ. വീണ്ടെടുപ്പ് നാളിലേക്ക് നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ ക്രിസ്തുവിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന നാൾ വരെ മുദ്രയിടപ്പെടുന്നത് വളരെ നല്ലതാണ്. മുദ്രയിടപ്പെടുന്ന വിശ്വാസി ഇൻഷുർ ചെയ്ത ഒരു കത്ത് പോലെയാണ്. രജിസ്റ്റർ ചെയ്യുന്ന കത്ത് എത്തേണ്ടയിടത്ത് എത്തിക്കാമെന്ന് പോസ്റ്റൽ അധികൃതർ ഉറപ്പ് തരുന്ന മുദ്ര അതിന്മേലുണ്ടാകും. പ്രത്യേക പരിഗണന നൽകി അത് എത്തിക്കുന്നതുമാണ്. അപ്രകാരമാണ് ദൈവം നമ്മെയും കാണുന്നത്. സഭയെ സംരക്ഷിക്കുന്നതിൽ പരിശുദ്ധാത്മാവിൻ്റെ മൂന്നാമത്തേതും അവസാനത്തേതുമായ പ്രവർത്തനവും ഈ വാക്യങ്ങളിൽ കാണാവുന്നതാണ്. വീണ്ടെടുപ്പിനു വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. മുദ്ര മാത്രമല്ല, ഭാവിയിൽ നമുക്ക് ലഭ്യമാകാനുള്ള അനുഗ്രഹങ്ങളുടെ അച്ചാരവുമാണ് പരിശുദ്ധാത്മാവ്. അച്ചാരം എന്നത് ഈ കച്ചവട ലോകത്തിലെ ഒരു വാക്കാണ്. വില നിശ്ചയിക്കപ്പെട്ട ഒരു സാധനത്തിൻ്റെ വിലയുടെ ഒരു ഭാഗം ആദ്യം കൊടുക്കുന്നതാണ് അച്ചാരം. അഡ്വാൻസ് എന്ന് നമ്മൾ പറയത്തില്ലേ, ബാക്കി നിശ്ചിത സമയത്ത് കൊടുക്കും എന്നതാണ് സൂചന. ഏതിനു വേണ്ടി അച്ചാരം കൊടുത്തുവോ ആ സ്വത്ത് നമുക്ക് വേണ്ടി സൂക്ഷിക്കണമെന്നാണ് സൂചന. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവെന്ന ആദ്യ ദാനം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ അർത്ഥത്തിലാണ്. പഴയ നിയമത്തിൽ ഇതിന് തുല്യമായ ഒരു പദം 3 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലാണത്. പണയമെന്നാണത് നമ്മുടെ മലയാള ഭാഷയിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത്. ക്രിസ്തുവിൽ നമ്മുടെ അവകാശങ്ങളെല്ലാം നമുക്ക് ലഭിക്കും എന്നതിൻ്റെ അച്ചാരമാണ് പരിശുദ്ധാത്മാവ്. മാത്രമല്ല, ആത്മീയ അനുഗ്രഹങ്ങൾ ഇനിയും അധികം നമുക്ക് ലഭിക്കുമെന്നതിൻ്റെ ഉറപ്പും കൂടിയാണ് പരിശുദ്ധാത്മാവ്. അച്ചാരം പിൻവലിക്കപ്പെടുകയോ വ്യത്യാസപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. ഇന്നത്തെ അനുഗ്രഹങ്ങളുടെ സങ്കലനമാണ് സ്വർഗം. ദൈവം തൻ്റെ വാഗ്ദത്തത്തിൽ നിന്നും പിന്മാറുകയില്ല. നമ്മിൽ പകർന്ന പരിശുദ്ധാത്മാവ് ആ ഉദ്യമം പൂർണ്ണമാക്കും. കൂടാതെ പൗലോസ് പറയുന്നു തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടി എന്ന്. ഇവിടെ എന്താണ് പൗലോസ് അർത്ഥമാക്കുന്നത്? 3 വീണ്ടെടുപ്പുകളെക്കുറിച്ച് ദൈവവേദന ചിന്തിക്കാവുന്നതാണ്. ഒന്ന്, നമ്മുടെ അവകാശം. റോമാലേഖനം 8-ാം അധ്യായം 17-ാം വാക്യം, 1 കൊരിന്ത്യർ 3:21 മുതലുള്ള വാക്യങ്ങൾ. അത് ദൈവത്തിനുള്ളതെല്ലാം ക്രിസ്തുവിൽ നമ്മുടേതാണ് എന്നതത്രേ. കാരണം നാം ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളുമാണ്. കർത്താവ് ഭരിക്കുവാൻ ഭൂമിയിലേക്ക് മടങ്ങുമ്പോൾ ഈ ഞരങ്ങുന്ന സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്നും വിടുവിക്കപ്പെടും. രണ്ടാമതായി വിശ്വാസിയുടെ ശരീരം വീണ്ടെടുക്കപ്പെടും.
നാം വിശ്വസിച്ചപ്പോൾ ആത്മാവും ദേഹിയും വീണ്ടെടുക്കപ്പെട്ടെങ്കിലും ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് ഭാവിയിലാണ് നടക്കുന്നത്. കർത്താവ് മടങ്ങി വരുമ്പോൾ നമ്മുടെ ശരീരം അവൻ്റെ ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും. അപ്പോൾ നമ്മുടെ വീണ്ടെടുപ്പ് പൂർണ്ണമാകും. മൂന്നാമതായി, സഭ വീണ്ടെടുക്കപ്പെടണം. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ സ്വന്ത ജനം എന്ന് പറഞ്ഞിരിക്കുന്നു. സഭയുടെ വീണ്ടെടുപ്പ് ഉൽപ്രാപണത്തിൽ അഥവാ കർത്താവിൻ്റെ മധ്യാകാശ വരവിൽ സംഭവിക്കും. ഇനിയും ഇതെല്ലാം എന്തിനാണെന്നും പൗലോസ് പറയുന്നുണ്ട്, തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട്. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളിൽ അവൻ പറഞ്ഞത് തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ടെന്നാണ്. 12-ാം വാക്യത്തിൽ വായിക്കുന്നത് അവൻ നമ്മെ അവൻ്റെ അവകാശമാക്കി അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി നിയമിച്ചു എന്നത്രേ. ഒടുവിലായി തൻ്റെ അവകാശമായ ജനത്തെ ഒരു ദിവസം അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി വീണ്ടെടുക്കും. ദൈവമഹത്വം ദൈവത്തിൻ്റെ വെളിപ്പാടാണ്. അവൻ്റെ കൃപയുടെ മഹത്വം കൃപാലുവായ ദൈവമായി അവൻ സ്വയം വെളിപ്പെടുത്തുന്നതാണ്. ഈ വലിയ അനുഗ്രഹത്തിലേക്ക് ദൈവം നമ്മെ ക്ഷണിച്ചിരിക്കുകയാണ്. നമ്മെ ഓരോരുത്തരെയും ആ അനുഗ്രഹത്തിൽ നിലനിർത്തുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുവാൻ ഇന്നത്തെ വചനകേൾവി ഇടയാക്കിയെന്ന് വിശ്വസിക്കുന്നു. യാതൊരുവിധ ദൈവിക അനുഗ്രഹങ്ങൾക്കും അർഹരായിരുന്നില്ല നാം എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ കോപത്തിൻ്റെ പാത്രങ്ങളായിരുന്നു. എന്നാൽ തൻ്റെ തിരുഹിതപ്രകാരം ക്രിസ്തുവിനോടുകൂടെ നമ്മെ ഉയർപ്പിക്കുവാൻ ദൈവത്തിന് പ്രസാദമായി. അതിനുവേണ്ടി ദൈവം ഒരുക്കിയ ആ ബ്ലൂ പ്രിൻ്റ് എത്ര മനോഹരമല്ലേ! ആ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായുള്ള ബദ്ധപ്പാടിലാണ് പിതൃപുത്ര പരിശുദ്ധാത്മാക ത്രിയേക ദൈവം. നന്ദിയുള്ളവരാക്കി നമുക്ക് ദൈവത്തെ സേവിക്കാം. ദൈവം തൻ്റെ സമാധാനത്താൽ നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കുമാറാകട്ടെ.